പ്രൈസലോ കർത്താവിൻ്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവത്തിന് വായിക്കുന്ന മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം എൻ്റെ 10-ാമത്തെ വാക്യം. അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി, ഇവനാർ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിലെ കഴിഞ്ഞ 20 അധ്യായങ്ങൾ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ചരിത്രം പറയുമ്പോൾ ഒടുവിലത്തെ 8 അധ്യായങ്ങൾ 8 ദിവസത്തെ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഒലിവുമലയുടെ കിഴക്കേ ചെരുവിൽ കിദ്രോൻ അമല്ലിയ തോടിനരികെയുള്ള ഒരു ഗ്രാമമാണ് ബേത്ഫാഗ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യെരൂശലേമിലേക്ക് ഇവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ വായിച്ച ദൈവത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് മത്തായി 21-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനമാണ്. യെരൂശലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് വായിക്കുന്നത്. അപ്പൊ യഹൂദന്മാർ ഇവനാർ എന്ന് ചോദിക്കുക, പരീശന്മാരും സദൂക്യരും ഇവനാരെന്ന് ചോദിക്കുക. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ സ്തോത്രം. യേശു എങ്ങനെയുള്ളവെന്ന് കാണുവാൻ വേണ്ടി സക്കായി വളരെ ഹൃദയം കൊണ്ട് വാഞ്ചിച്ചു. ഹല്ലേലൂയ. യേശു എങ്ങനെയുള്ളതെന്ന് അറിയാൻ വേണ്ടി പലരും വിവിധ നിലകളിലാണ് ചിന്തിച്ചത്. ശൗല് അമലിയ കർത്താവേ നീ ആരെന്നാണ് ചോദിച്ചത്. യേശുവിനെ നേരിൽ കാണുവാൻ വേണ്ടിയിട്ട് പൗലോസ് ആഗ്രഹിക്കുക. ഇപ്പം യഹൂദന്മാരും പരീശന്മാരും അല്ലെങ്കിൽ സക്കായിയും ശൗലൊക്കെ ശൗലന്മാരും പൗലോസ് ഒക്കെ യേശു ആരെന്ന് കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചവരാണ്. പ്രൈസലോ. യേശുക്രിസ്തു എന്ന് പറയുന്നത് രാജാതി രാജാവാണ്, ലോകരക്ഷകനാണ്, രക്ഷകനാണ്. ഒരേ ഒരു രാജാവ് മാത്രമേ ഈ ലോകത്തിലുള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും ഒറ്റ രാജാവേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. അതിനെ നിഷേധിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. യേശുക്രിസ്തുവിന്റെ രാജകീയ പദവിയെ, രാജത്വത്തെ നിഷേധിക്കുന്നവരാണ് യേശുക്രിസ്തുവിന് വിരോധമായി നിൽക്കുന്നത്. കുറെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാഷ്ട്രം അനേക രാജാക്കന്മാരും രാജ്ഞിമാരും വാണ് ഈ ലോകം വിട്ടുപോയവരുണ്ട്. പക്ഷെ അവരൊന്നും രാജാവായിരുന്നില്ല, രാജ്ഞിമാരുമായിരുന്നില്ല. മനുഷ്യൻ രാജാവാക്കിയതും രാജ്ഞിമാരാക്കിയവരും. ഇന്നും പല രാജ്യങ്ങൾക്കകത്തും രാജാക്കന്മാരും രാജ്ഞിമാരുമുണ്ട്. അവരും രാജാവല്ല, രാജ്ഞിമാരുമില്ല. അത് മനുഷ്യനാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഒറ്റ രാജാവേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രം. അതിനെ അംഗീകരിക്കുവാൻ കഴിയാതെ വരുന്നവരാണ് സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രാജകീയ പദവിയും രാജ്യത്വത്തെ അംഗീകരിക്കുവാൻ കഴിയാതെ ഈ ലോകം ഒന്നടങ്കം നിന്നാലും യേശു ഒരിക്കലും രാജാവല്ലാതാകുന്നില്ല. ലോകം മുഴുവൻ അവൻ രാജാവല്ലെന്ന് പറഞ്ഞാലും അവനെ രാജാവായിട്ട് അംഗീകരിക്കുന്ന വേർപെട്ട കൂട്ടങ്ങളുണ്ട്. യേശുക്രിസ്തു രാജാവാണ്, ദൈവമാണ്, ദൈവാദി ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാർ അവർ രാജാവായിരിക്കുന്ന കർത്താവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് ലോകമെമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും, പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ലജ്ജ കൂടാതെ പറയുവാൻ കഴിയുന്ന ഒരു രാജാവുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. അപ്പൊ യേശു ക്രിസ്തുവിന് ശേഷം അനവധി രാജാക്കന്മാരും മാത്രമുള്ളവരും പലരും ഡൂപ്പായിട്ട് വന്നവരാണ്. അല്ലെ, യേശു എന്ന് പേരെടുത്ത് രാജാവെന്ന് പേരെടുത്ത് വന്നവരാണ്. അവരൊക്കെ മരിച്ചു മൺമറന്ന് ആമേനലിയെ പൊടിയോട് ചേർന്ന് ഭൂമിയിലുണ്ടായിരുന്ന സകല രാജാക്കന്മാരും അവരുടെ രാജകീയ പദവിയൊക്കെ ഈ ഭൂമിയിൽ അവസാനിച്ച്, അവർ മരണം കൊണ്ട് അവസാനിച്ച് ഒരുപിടി മണ്ണായി മാറി. ഇനിയുള്ള രാജാക്കന്മാരും രാജ്ഞിമാരും അങ്ങനെ തന്നെയാണ്. അവരും മരിക്കും, അവസാനം ഒരുപിടി മണ്ണായി മാറും. എന്നാൽ രാജാവായിരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകം ക്രൂശിച്ച് അവരെ കല്ലറയിൽ ഒതുക്കുവാൻ ശ്രമിച്ചു. പക്ഷേ കല്ലറ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് തന്റെ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന, സകല ജനത്തിന് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന രാജാതിരാജാവായ കർത്താവ് യേശു, അവൻ മണ്ണിനോട് ചേർന്നവരല്ല, ഒരുപിടി മണ്ണായി തീർന്നില്ല, ഇന്നും ജീവിക്കുന്ന രാജാവാണ്. ആ യേശുക്രിസ്തുവിന്റെ രാജാവ് ഇതിന്റെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുവാൻ നിനക്ക് കഴിയുന്നെങ്കിൽ
ആ രാജകീയത്വത്തിന് മാനം കൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പ്രൈസോ. യേശുവിനെ രാജാവെന്ന് പ്രസംഗിക്കുന്നതിനകത്ത് ഞങ്ങൾ വളരെ അഭിമാനമുള്ളവരാണ്. കാരണം ഞങ്ങളുടെ രാജാവ് ഒരുത്തൻ മാത്രമേ ഉള്ളൂ, യേശു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തോത്രം, യേശുക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനം, യേശുവിന്റെ രാജകീയ പ്രവേശനം എത്ര ശ്രേഷ്ഠമാണ്. ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്. അനന്തരം അവൻ യെരൂശലേമിനോട് സമീപിച്ച് ഒരു വരികെ ബേത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തെ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ട് വരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവിൻ. തൽക്ഷണം ഹല്ലേലൂയ അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പെൺകഴുതയും അതിന്റെ കുട്ടിയും എന്ന് ആമേലിയെ കാണുമെന്ന് മത്തായി മാത്രം എഴുതിയിരിക്കുന്നു. അവയെ അഴിച്ചുകൊണ്ട് വരുവിൻ എന്ന് പറയുന്നു. ഹല്ലേലൂയ. കഴുതകളെ ആരും കെട്ടിയിടാറില്ല. ഹല്ലേലൂയ. അവ യജമാനന്റെ അതിർത്തി വിട്ട് തനിയെ എങ്ങോട്ടും പോകത്തുമില്ല. എന്നാൽ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന കഴുത എന്ന് പറയുമ്പോൾ, ഇവിടെ കെട്ടപ്പെട്ട കഴുത എന്ന് പറയുമ്പോൾ പിശാചിനാൽ കെട്ടപ്പെട്ട മനുഷ്യവർഗത്തെ പ്രതികരിക്കുക. ഇവിടെ പറയുന്ന കഴുത എന്ന് പറഞ്ഞാൽ പിശാചിനാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യവർഗത്തെയാണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന കഴുത എന്ന് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അവയെ അഴിച്ചുകൊണ്ട് വരുവാനാണ് യേശു പറയുന്നത്. കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയെ അഴിച്ചുകൊണ്ടുവരിക. അപ്പം പിശാചിനാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന സകല ജനത്തെയും സാത്താന്റെ കയ്യിൽ യേശു അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് ആ കഴുതയെ അഴിച്ചുവിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നെ കേൾക്കുന്ന പറയുന്ന സ്നേഹിത, ഈ ലോകത്തുള്ള സകല ജനങ്ങളും പിശാചിനാൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. സകല ജനങ്ങളും പിശാചിനാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയെ പോലെ ഇന്ന് അടിമത്തം സഹിക്കുകയാണ്. ഈ അടിമത്തത്തിന്റെ നടുവിൽ നിന്നാണ് കെട്ടപ്പെട്ട കഴുതയെ ആമേൻ അഴിച്ചുവിട്ടതുപോലെ ദൈവം നിന്നെ അഴിച്ചുവിടാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ, ലോകത്തിന്റെ ജനികമായ സുഖങ്ങളിൽ സാത്താന്റെ ശക്തികളാൽ നീ കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ, നീ നിന്റെ കുടുംബം, നിന്റെ തലമുറയും കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ നിന്നെ അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്, പാപത്തിന് ശാപത്തിന് പിശാചിനൊക്കെ നിന്നെ അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആമേനിലെ സ്വർഗമഹിമകളോട് ഈ ഭൂമിയിലേക്ക് വന്നത്. അന്ന് യേശു ക്രിസ്തുവിനെ അനുഗമിച്ച ആയിരക്കണക്കിന് 10,000-കണക്കിന് പുരുഷാരം പിശാചിനാൽ കെട്ടപ്പെട്ട് കിടന്നവരെല്ലാം വിടുവിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണശേഷം എഴുന്നേൽപ്പ് സ്വർഗ്ഗാരോഹണ ശേഷമായി യേശു തന്റെ ശിഷ്യന്മാരെ ഭൂമിയിലാക്കി വെച്ചു. ശിഷ്യന്മാർ ലോകമെമ്പാട് നടന്ന് പിശാചിനാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയെ, ഹല്ലേലൂയ, അഥവാ പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ, പിശാചിനാൽ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യവർഗത്തെ മുഴുവൻ അതിൽ നിന്ന് അഴിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സുവിശേഷം എന്ന് പറഞ്ഞ മതപരിവർത്തനമല്ല. സുവിശേഷം എന്ന് പറഞ്ഞ മതം മാറ്റുന്ന പരിപാടിയല്ല, പണമുണ്ടാക്കുന്ന പരിപാടിയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ആരുടെയും ജാതി മാറ്റുന്നു, പേര് മാറ്റുന്നു അല്ല. സുവിശേഷം എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് പിശാചിനാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യവർഗത്തെ ആ കെട്ടിൽ നിന്ന് അഴിച്ചുകൊണ്ടിരുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾ പിശാചിനാൽ കെട്ടപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് നിന്റെ കുടുംബത്തിനകത്തെ കണ്ണുനീര് മാറാത്തത്, നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം മാറാത്തത്, നിന്റെ കുടുംബത്തിനകത്തെ അസമാധാനം മാറാത്തതിന്റെ കാരണം എന്താ? പിശാച് നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭർത്താവിനെ, നിന്റെ മക്കളെയും ഭാര്യയും ഒരേപോലെ കെട്ടിവെച്ചിരിക്കുക. അവന്റെ അടിമയായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് കുടുംബങ്ങൾ തകരുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ കേരളത്തിലേക്ക് നോക്കി, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ഹോമിയോ ഡോക്ടർ മരിച്ചു കിടക്കുന്നു. തിരുവനന്തപുരത്ത് തോന്നുന്നു, പാലക്കാട് ഒരു സഹോദരനെ കുത്തിക്കൊന്നു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു കൂട്ടം ജനം മദ്യപിച്ച് വെടിവിട്ട് സുബോധം കെട്ട് നടക്കുന്നത് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, മറ്റ് രാജ്യത്തിനകത്തു നിന്ന് ബാംഗ്ലൂർ പഠിക്കാൻ വന്ന ഒരുത്തൻ അനവധി മയക്കുമരുന്നുകൾ വിറ്റ് അനവധി കേരളീയരെയും കൂടെ സ്വാധീനിച്ച് അവസാനം അവനും പിടിക്കപ്പെട്ടു. അങ്ങനെ വിവിധ നിലകളിൽ പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന, ശാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന, ലഹരിയിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അനവധി വ്യക്തി ജീവിതങ്ങളെ അഴിച്ചുകൊണ്ടുവരുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അങ്ങനെ പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന, ശാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ അഴിച്ചുകൊണ്ടുവരുവാൻ, പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ ലോകത്തിലുള്ള രാജാക്കന്മാർക്കും രാജ്യമാർക്കും കഴിയില്ലെന്ന്. കാരണം അവർക്ക് രാജകീയ പദവി എന്ന് പറഞ്ഞ ലോകത്തിൽ മാത്രമാണ്. എന്നാൽ ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച രാജാവായിരുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ അഴിച്ചുവിടാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ്, നിന്റെ കുടുംബം കെട്ടപ്പെട്ട് കിടക്കുകയാണ്. നിന്റെ ഭർത്താവ് മദ്യപാനത്തിൽ കെട്ടപ്പെട്ട് കിടക്കുക. നിന്റെ ഭാര്യ മദ്യപാനത്തിൽ കെട്ടപ്പെട്ട് കിടക്കുക. നിന്റെ മക്കൾ, നിന്റെ വലിയ മരുമക്കൾ, നിന്റെ മമ്മായും നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നം കൊണ്ട് നിങ്ങൾ പിശാചിനാൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? പിശാചിനാൽ കെട്ടപ്പെട്ട് കിടക്കുന്നു. ദൈവം അറയ്ക്കുന്ന പാപത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലേലിയ. മനുഷ്യൻ മോഷണവും പിടിച്ചുപറിയും അല്ലേലിയ എന്ന് വേണ്ട സകലതും പെരുകി. ഇതെല്ലാം സാത്താന്റെ പരിപാടികളാണ്. സ്വതം അങ്ങനെയുള്ള പാപ സ്വഭാവത്തിൽ നിന്നെ അഴിച്ചുകൊണ്ട് വരുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ അല്ലേലിയ സ്വതം. അപ്പൊ ഇവിടെ കെട്ടപ്പെട്ട കഴുത പിശാചിനാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യവർഗത്തെ പ്രതിനിധീകരിക്കുന്നു. അതിനെ മശിക രാജാവ് അഴിച്ചുവിടുകയാണ്, സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്, തന്റെ വാഹനമൃഗമായി സ്ഥാനക്കയറ്റം കൊടുക്കുകയാണ്. അപ്പൊ കെട്ടപ്പെട്ട് കിടക്കുന്ന ഈ കഴുതെ അഴിച്ചുകൊണ്ട് വരുമ്പോൾ തന്റെ വാഹനമൃഗമായി യേശു അതിനെ കയറി യാത്ര ചെയ്യുമ്പോൾ മനുഷ്യവർഗത്തെ പിശാചിന്റെ കയ്യിൽ നിന്ന് അഴിച്ചുവിട്ട് മനുഷ്യനെ അല്ലേലൂയ സ്തോത്രം ദൈവം തന്റെ ശിഷ്യന്മാരാക്കി മാറ്റിയെടുക്കുക. അല്ലേലൂയ. അപ്പം കെട്ടപ്പെട്ട കിടന്ന സ്ഥാനത്ത് നിന്ന് അഴിച്ചുവിടാൻ അല്ലേലൂയ അതുവരെ ആരും ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തു രാജാതി രാജാവായി മശിഹായി ഭൂമിയിൽ വരുന്നിടം വരെ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു രാജാക്കന്മാർക്കും ഒരു ചക്രവർത്തിമാർക്കും പിശാചിനാൽ കെട്ടപ്പെട്ട് കിടന്ന മനുഷ്യവർഗത്തെ അഴിച്ചുവിടാൻ കഴിഞ്ഞില്ല. ഇന്നും അഴിച്ചുവിടാൻ കഴിയത്തില്ല. ഇന്നും പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ അഴിച്ചുവിടണമെങ്കിൽ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. യഥാർത്ഥ രാജാതി രാജാവായിരിക്കുന്ന യേശുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ, യേശുവിന് നിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ നിന്റെ പാപത്തിൽ നിന്ന് അഴിച്ച് കർത്താവ് അല്ലെങ്കിൽ നിന്റെ സ്വാതന്ത്ര്യത്തേക്ക് ദൈവം കൊണ്ടുവരും. രക്തം ചെയ്യും. പ്രൈസറോ. അതുകൊണ്ട് സമാധാന കാലത്ത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും സഞ്ചാരത്തിന് കഴുതയെ ഉപയോഗിച്ചിരുന്നു. സമാധാന കാലത്ത് രാജാക്കന്മാരും അല്ലെങ്കിൽ പ്രഭുക്കന്മാരും ഒക്കെ സമാധാനത്തിന് സഞ്ചാരത്തിന് വേണ്ടി കഴുതയെ ഉപയോഗിച്ചിരുന്നെന്ന് ഉൽപ്പത്തി പുസ്തകം 22:3 സംഖ്യാപുസ്തകം 22:27 ന്യായാധിപന്മാരുടെ പുസ്തകം 5:10 അല്ലെങ്കിൽ 1 ശമൂവേലിന്റെ പുസ്തകം 9:3 ഒക്കെ കാണുന്നുണ്ട്. അന്നൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഇത് കഴുതയെ സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ യേശുവിന് സ്വന്തമായി ഒരു കഴുത ഉണ്ടായിരുന്നില്ല. യേശുവിന് സ്വന്തമായിട്ട് ഒരു കഴുത ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അവൻ അല്ലേലൂയ നടന്ന് യാത്ര ചെയ്തുകൊണ്ട് യേശു നടന്ന് യാത്ര ചെയ്തു. അപ്പൊ ഇവിടെ ഒരു യജമാനൻ സൗജന്യമായി യേശുവിന് ഒരു കഴുതയെ കൊടുത്തു വിടുകയാണ്. അത് യേശു ആവശ്യം കഴിഞ്ഞ് മടക്കി കൊടുത്തയച്ചു എന്നും കാണാൻ കഴിയും. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം മാത്രമല്ല, കർത്താവ് മൃഗത്തിന് വലിയൊരു പദവിയും കൊടുത്തു. ഇപ്പൊ കെട്ടപ്പെട്ട് കിടന്ന കഴുതയെ അഴിച്ചുകൊടുക്കുക മാത്രമല്ല, ആ മൃഗത്തെ യേശുവിന്റെ വാഹനമാക്കി മാറ്റി അതിനൊരു വലിയ പദവിയും കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന നിന്നെ യേശു അഴിച്ചു വിടുമ്പോൾ, നിന്നെ യേശു സ്വതന്ത്രമാക്കി മാറ്റുമ്പോൾ നിനക്കൊരു പുതിയ പദവി തരികയാണ്, നിനക്കൊരു പുതിയ പേര് തരികയാണ്, നിനക്കൊരു പുതിയ നാമം തരികയാണ്. നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറുക, നിന്റെ സംസാരത്തിന്റെ സ്ഥിതി മാറും, നിന്റെ നോട്ടത്തിന്റെ സ്ഥിതി മാറും, നിന്റെ ഇടപാടുകളുടെ സ്ഥിതി മാറും, നിന്റെ മക്കളുടെ സ്ഥിതി മാറും, ഭാര്യയുടെ ഭർത്താവിന്റെ കുടുംബത്തിന്റെ സ്ഥിതിഗതികളെല്ലാം മാറും. അല്ലേ? നിന്റെ കുടുംബത്തെ കെട്ടിവെച്ചിരിക്കുന്ന സാത്താൻ, ഒരേ ലോകത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, അനവധി കുടുംബങ്ങളെ സാത്താൻ കെട്ടിവെച്ചിരിക്കുക, പിശാചി കെട്ടിവെച്ചിരിക്കുക. പല കുടുംബങ്ങളിലേക്കും നോക്കിക്കഴിഞ്ഞാൽ അവർ പറയും മക്കൾക്ക് ഭൂതോപദ്രവമാണ്, മക്കൾക്ക് എന്തോ ബാധ കയറിയിരിക്കുകയാണ്, ഭാര്യയ്ക്ക് ബാധയ, ഭർത്താവിന് ബാധയ, അമ്മായിമ്മയ്ക്ക് ബാധ, അമ്മായിപ്പന് ബാധ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അതെ, ബാധ തന്നെയാണ്. എന്താണ് ബാധ? സാത്താനാണ്. സാത്താൻ നിന്റെ കുടുംബത്തെയും അല്ലയ്യ കാലങ്ങളായിട്ട് കെട്ടിയിരിക്കുക. നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുക, നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടരുത്, നീ നിന്റെ കുടുംബം ഉയർച്ച പ്രാപിക്കുക, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടരുത് എന്നും നീ നിന്റെ കുടുംബം കണ്ണുനീരിൽ നടുവിലൂടെ കടന്നു പോകാൻ വേണ്ടി സാത്താൻ കാലങ്ങളായിട്ട് നിന്റെ കുടുംബത്തെ കെട്ടിയിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, കാലങ്ങളായിട്ട് പിശാചിന്റെ കുടുംബത്തെ കെട്ടിവെച്ചിരിക്കുമ്പോൾ ആദ്യം നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. അത് നിന്നെ വിടുവിക്കുവാൻ രാജാവായ കർത്താവ് യേശുവിനും മാത്രമേ കഴിയുള്ളൂ. ലോകത്തിലൊരു മത നേതാക്കന്മാർക്കും ഒരു മത പ്രമാണികൾക്കും അല്ലേലൂയ, ഇവിടുത്തെ ഒരു വിദ്യാസമ്പന്നനും ഒരു പണ്ഡിതനും പാവനും അല്ലേലൂയ, ഒരു രാഷ്ട്രീയ നേതാവിനും അല്ലേലൂയ പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ കഴിയില്ല. കാരണം അവരും പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്നവരാണ്. അല്ലേലൂയ. പാപത്തിൽ നിന്നെ കെട്ടഴിച്ചു കൊണ്ടുവരണമെങ്കിൽ, ശാപത്തിനെ അഴിച്ചു കൊണ്ടുവരണമെങ്കിൽ നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് വന്ന് കർത്താവായ യേശുവിനെ എപ്പോൾ നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിക്കുന്നു, എപ്പോൾ കർത്താവിനെ നീ രക്ഷകനെ സ്വീകരിക്കുന്നു, ആ സമയം നീ പിശാചിനെ കെട്ടി നഴിഞ്ഞു വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ,
കെട്ടഴിയുവാൻ വേണ്ടി കെട്ടഴിച്ച കഴിച്ചു എടുക്കാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ ഉലകം മുഴുവൻ ചുറ്റി നടക്കണ്ട, യേശു വിശ്വസിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളും പാപത്തിൽ കെട്ടപ്പെട്ട് കിടന്നു മദ്യത്തിനും മയക്കുമരുന്നിനും പഞ്ചസാരകൾക്കും ലഹരികൾക്കും ഒക്കെ ഈ ലോകത്തിന്റെ ജനിക സുഖങ്ങൾക്കകത്ത് സാത്താനിൽ കെട്ടപ്പെട്ട് കിടന്നിട്ട് ഞങ്ങളെയൊക്കെ യേശു അഴിച്ചുവിട്ടു. ആ പാപത്തിന്റെ അഴിച്ചുവിട്ട് ഞങ്ങളെ സ്വതന്ത്രമാക്കി മാറ്റി. ഞങ്ങൾക്ക് നല്ലൊരു പേര് തന്നു. ആ കഴുതയെ അഴിച്ചു വിട്ടതുപോലെ ഞങ്ങളെയും കർത്താവ് അഴിച്ചു വിട്ടു. ഹല്ലേലൂയ. കർത്താവ് കഴുതയെ തന്റെ മൃഗവാഹനമാക്കി മാറ്റിയതുപോലെ കർത്താവ് ഞങ്ങളെ തന്റെ ശിഷ്യന്മാരാക്കി മാറ്റി. ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഞങ്ങൾക്ക് അനുഭവം കൊണ്ട് പറയാൻ, ഞങ്ങളുടെ ജീവിതകാലങ്ങളെക്കുറിച്ച് പറയുവാൻ അനുഭവമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ എത്ര വലിയ കുടുംബത്തിനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ പേരും പ്രശസ്തിയും പാരമ്പര്യ കുടുംബത്തിലുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ധനവാനായിരുന്നു, എത്ര കോടീശനായിരുന്നാലും, ലോകത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തിയായിരുന്നാലും, ജനമെല്ലാം നിന്നെ വാനോളം പുകഴ്ത്തിയാലും നിന്നെ ഉയർത്തി പറഞ്ഞാലും, പേരുകൊണ്ടും പ്രശസ്തി കൊണ്ടും എല്ലാം നിനക്ക് നല്ല ശ്രേഷ്ഠതയുണ്ടെങ്കിലും, കഴിവുകൊണ്ട് ലോക രാജ്യങ്ങൾ ചുറ്റി നിനക്ക് ഒരുപാട് അറിവും പരിചയമുണ്ടെങ്കിലും നിന്റെ കുടുംബം സാത്താനാൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. ലോകത്തിൽ നിന്റെ കുടുംബം പിശാചിന് കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന നിന്റെ കുടുംബത്തെ ഇന്ന് സ്വതന്ത്രമാക്കാൻ യേശു ആഗ്രഹിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമാതാവി, യേശുവിന് വേണ്ടി എന്നെ കേൾക്കുന്ന സഹോദരൻ, യേശുവിന്റെ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് വിട്ടുകൊടുത്താൽ, നിന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ, നിന്റെ അകൃത്യങ്ങളെ കുറിച്ച് നീ ഏറ്റു പറയുമ്പോൾ, കർത്താവിന്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ക്രൂശിൽ നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തത്താൽ നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി നിന്റെ മേലുള്ള സാത്താന്യ ബന്ധനങ്ങളെ നീക്കി യേശു നിന്നെ സ്വതന്ത്രമാക്കി മാറ്റും, രക്തം ചെയ്യും. അപ്പൊ ലോകത്തിൽ മനുഷ്യനെ സ്വതന്ത്രമാക്കാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, യേശു അതിന്മേൽ കയറി യാത്ര ചെയ്ത് കഴുതമേൽ കയറി യാത്ര ചെയ്തു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ആശ്ചര്യം. അവൻ അതിന്മേൽ യാത്ര ചെയ്തു എന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, യേശു ക്രിസ്തുവിലൂടെ അവൻ ലഭിച്ച അഭിമാനം. മറ്റേ കഴുതയെന്ന് പറഞ്ഞ് തള്ളിയിട്ടിരുന്നതാണ്. ഇപ്പൊ രാജകീയ പ്രവേശം നടക്കുമ്പോൾ കഴുതയ്ക്ക് നടക്കുവാൻ വേണ്ടിയിട്ട് എന്താ, ഹല്ലേലൂയ, സ്തോത്രം, നല്ല റോഡ് പരവതാനി വിരിച്ചു കൊടുക്കുന്നത് പോലെ വിരിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, കെട്ടപ്പെട്ടിരുന്ന പെൺകഴുതയും അതിന്റെ കുട്ടിയെയും രണ്ടെണ്ണത്തിനെയാണ് എന്ന് ചിന്തിക്കുക. കെട്ടപ്പെട്ടിരുന്ന പെൺകഴുതയും അതിന്റെ കുട്ടിയുമായി രണ്ടെണ്ണം എന്നതിനാണ് ഇവിടെ പറയുന്നത്. അധിക ദൂരം കയറ്റം കയറി പോകാൻ കഴുതക്കുട്ടിക്ക് ആകില്ല. അധികം ദൂരം കയറ്റം കയറി പോകാൻ കഴുതക്കുട്ടിക്ക് ആകില്ല. അതിനെ തള്ളക്കഴുതേ, ഹല്ലേലൂയ, അതിനുപയോഗിച്ചു എന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കിക്കുക, ഒരു കുടുംബത്തിനകത്ത് ഹല്ലേലൂയ ചെറുതും വലുതും എല്ലാം പാപത്തിൽ ഈ കഴുതയെ പോലെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ നിന്റെ കുടുംബത്തിനകത്തെ കുഞ്ഞുകുട്ടികൾ അടക്കമുള്ളതിനെ അഴിച്ചുവിടാൻ, പാപത്തിന് അഴിച്ചുവിടാൻ യേശു ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, യേശു ആരാകുന്നു എന്ന് അറിയുന്ന അറിവ് നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറന്നു തരും. യേശു ആരാണെന്ന് അറിയുവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളെ സമർപ്പിച്ചു നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കും. അതുകൊണ്ടാണ് 119 സംഗീതം 18 വാക്യമൊക്കെ വായിക്കുമ്പോൾ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുന്ന കണ്ണുകളെ ഒന്ന് തുറക്കണമെന്നാണ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, യേശു ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്നെ ഒന്ന് എത്തിച്ചു കൊടുത്ത് നീ അതിനു വേണ്ടി ശ്രമിച്ച് വചനങ്ങൾക്കൊന്ന് നീ തയ്യാറായാൽ നിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. വെളിപ്പാടുകളെ ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ തുടങ്ങും. ദർശനങ്ങളെ കൊണ്ടുവരാൻ തുടങ്ങും. നിന്റെ ഇരുളടഞ്ഞ ജീവിതത്തിനകത്ത് വെളിച്ചം യേശു പകരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പല കുടുംബങ്ങളും വെളിച്ചമില്ലാതെ ഇരുളിന്റെ അനുഭവത്തിൽ തപ്പി നടക്കുക. പാപമാകുന്ന ഇരുട്ട്, പാപമാകുന്ന കൂരിട്ട് പലരെയും മൂടിക്കളഞ്ഞിരിക്കുക. പല കുടുംബത്തിനകത്തും കടന്നുന്ന നിലവിളി മാത്രമാണ്. ഹല്ലേലൂയ. പരിഭവങ്ങളും ഒക്കെയേ ഉള്ളൂ. ഹല്ലേലൂയ. പിറുപിറുപ്പാണ്. അനവധി കുടുംബങ്ങൾക്കകത്തും ഉപദ്രവങ്ങളാണ്. തല്ലും വെട്ടും കുത്തും രക്തം ചിരിച്ചിലുമാണ്. ഹല്ലേലൂയ. അനവധി കുടുംബങ്ങൾ പാപത്തിന്റെ ഇരുളിൽ വീണ് കിടക്കുമ്പോൾ ഇന്ന് പോലെ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, യേശു ആരാണെന്ന് നീ ഒന്ന് അറിയുവാൻ നീ ഒരുങ്ങുന്നെങ്കിൽ, നീ ഒന്ന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കുകയും നിന്റെ ഉള്ളിലേക്ക് വെളിച്ചം വീശു കൊണ്ടുവരികയും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിനകത്ത് സമാധാനമുണ്ടോ സഹോദര സഹോദരി? എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ?
നീ നല്ലവണ്ണം പാട്ടുപാടുന്നവന്, നല്ലവണ്ണം പണിയെടുക്കുന്നവൻ, നല്ലവണ്ണം അധ്വാനിക്കുന്ന, നല്ല ഉന്നതമായി ജോലി ചെയ്യുന്നവനാണ്. പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്, കുടുംബമുണ്ട്, നിനക്ക് ഇഷ്ടം പോലെ കാമം ഉപയോഗിക്കാൻ കാണമ്പര കാറുകളും നല്ല സൗദങ്ങളും ഒക്കെ ഉണ്ട്. നിന്റെ പോക്കറ്റ്, നിന്റെ പേഴ്സ്, നിന്റെ അക്കൗണ്ടിൽ നിറച്ച് പൈസയുണ്ട്. പക്ഷെ നിനക്ക് സമാധാനമുണ്ടോ? ഹല്ലേലൂയ. സമാധാനമില്ല. നിന്റെ സമാധാനത്തെ കെടുത്തിക്കളയത്തക്ക നിലയിൽ പിശാചിന്റെ കുടുംബത്തെ കെട്ടിയിരിക്കുക. രക്തം ചെയ്യും. അങ്ങനെയുള്ള കുടുംബത്തെ അഴിച്ചുവിടുക എന്നുള്ളതാണ് യേശുവിന്റെ ഉത്തരവാദിത്വം. യേശുക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാപിതാ യേശുവിന് ഇതിന്റെ ഹൃദയം വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് പരിശുദ്ധരെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകമാകുന്നു എന്നാണ് സദൃശവാക്യം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഇവിടെ സദൃശവാക്യം 9-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നുണ്ട്. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. എന്താണ് യഹോഭക്തി? ജ്ഞാനത്തിന്റെ ആരംഭമാണ്. പരിശുദ്ധരെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും നൽകുന്നു. അത് പരിശുദ്ധനായ ദൈവം, പരിശുദ്ധനായ കർത്താവ്, രാജാവായ കർത്താവിനെ കുറിച്ച് അറിയുവാനുള്ള വിവേകവും പരിജ്ഞാനവും നിനക്ക് വേണമെങ്കിൽ നീ യേശുവിലേക്ക് വരണം. ഹല്ലേലൂയ. മറിമായങ്ങളുടെ മുന്നാലെ നീ പോയി മറിമായങ്ങളിലൂടെ നടന്ന് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളുടെ ജീവിച്ച് നിന്റെ ജീവിതത്തിന്റെ അവസാനം മരണത്തോടുകൂടി നിത്യമായ നരകത്തിലേക്ക് നീ കടന്നു പോകുന്നു ചിന്തിക്കണം. ഹല്ലേലൂയ. മരണാനന്തര ജീവിതം ദൈവം നിനക്ക് വെച്ചിട്ടുള്ളത് സ്വർഗരാജ്യത്തിലായിരിക്കണമെങ്കിൽ, ദൈവരാജ്യത്തിലായിരിക്കണമെങ്കിൽ ഈ ഭൂമി വെച്ച് തന്നെ പിശാചിനാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അനുഭവത്തിൽ നീ സ്വതന്ത്രമായി മാറണം. യേശുക്രിസ്തുവിനാൽ സ്വതന്ത്രമായി മാറണം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ സ്വതന്ത്രമായി മാറുക എന്നൊക്കെ പറഞ്ഞാൽ യേശുവിനെ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിക്കണമെന്നാണ്. അതുകൊണ്ട് കർത്താവിന്റെ ഹൃദയത്തിന്റെ കുടുംബത്തെ വിട്ടുകൊടുക്കണം. അപ്പൊ പരിശുദ്ധത്തെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും പ്രാപിക്കുന്നതിനൊക്കെ കഴിയണം. എല്ലാ അറിവിനും ആരംഭത്തിനും ഉറവിടമായിരിക്കുന്നത് കർത്താവാണ്. എല്ലാ അറിവിനും പരിജ്ഞാനത്തിനും ഉറവിടം യേശു കർത്താവാണ്. ഭൂമി മനുഷ്യൻ വളരെ അറിവുള്ളവനും ജ്ഞാനമുള്ളവനും കഴിവുള്ളവനും സാമർത്ഥ്യമുള്ളവനും ഒക്കെയാണ്. വളരെ വിദ്യാസമ്പന്നനാണ്. മനുഷ്യൻ എല്ലാം കൊണ്ടും നല്ല നിലയിലൊക്കെയാണ് പറയുന്നതിനെല്ലാം ഉറവിടം യേശുവാണ്. ഹല്ലേലൂയ. നീ ജനിച്ചപ്പോൾ നീ വളരെ അറിവും വിവേകവും ഉള്ളവനായി, വളരെ വിദ്യാസമ്പന്നനായി, പേരും പ്രശസ്തിയുള്ളവനായിട്ടൊന്നും അല്ല നീ ജനിച്ചത്. നീ ജനിച്ചിവിടെ വളരും തോറും നിന്റെ പഠനത്തിലൂടെ, നിന്റെ ജീവിതത്തിലൂടെ എല്ലാം നിനക്ക് അറിവും ജ്ഞാനവും പരിജ്ഞാനവും എല്ലാം ദൈവം തന്നതാണ്. നിന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ടൊന്നും നേടിയതല്ല സ്വഭാവേ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്. പാപത്തെ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്. ഹല്ലേലൂയ. അക്രമങ്ങളെ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെടുത്ത രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊടി പിടിച്ച് നടക്കാതെ, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഈകളെ വിളിച്ച് നടക്കാതെ, രാഷ്ട്രീയക്ക് വേണ്ടി നീ തല്ലും വെട്ടും ഉണ്ടാക്കി നടക്കാതെ നീ മാനസാന്തരപ്പെടണം. നിങ്ങൾ ചിന്തിക്കണം, ഈ ലോകത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ അവരുടെ റോഡിൽ പ്രകടനത്തിനകത്ത് കൊടിപിടിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ മക്കൾ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ യോഗങ്ങളിലൂടെ അവരുടെ പ്രകടനങ്ങൾക്കകത്ത്, പ്രതിഷേധത്തിനകത്ത് കൊടിപിടിക്കാൻ അവരുടെ മക്കളെ കണ്ടിട്ടുണ്ടോ? അവരുടെ മക്കളെ നിങ്ങൾ കാണത്തില്ല. രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ കൊടിപിടിക്കാൻ അവരുടെ മക്കളെ നല്ല ഉന്നതമായ നിലയിൽ പഠിപ്പിച്ച് വളർത്തി വെക്കും. പക്ഷെ നീ കൊടിയും പിടിച്ച് ദേശത്തുള്ള പൊതുമുതൽ നശിപ്പിച്ച് സർക്കാരിനെ ചീത്ത വിളിച്ച്, അധികാരിയും ചീത്ത വിളിച്ച്, പോലീസും ചീത്ത വിളിച്ച് നടക്കും. കാരണം നീ പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകരം എന്നെ കേൾക്കുന്ന പ്രശ്നം, നീ ഇവിടുത്തെ അധികാരങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടല്ല നീ ജീവിക്കുന്നത്. സ്വർഗത്തിലുള്ള രാജാവായിരിക്കുന്ന യേശുവിന് വേണ്ടി നീന്റെ ഇതിന് കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. അത് നിനക്ക് ഒറ്റ രാജാവേയുള്ള ശ്രോതാവി, ഒറ്റ രാജാവിയുള്ള ഒറ്റ കർത്താവിയുള്ള നിനക്ക് അത് യേശു ക്രിസ്തു മാത്രമാണ്. സ്വർഗത്തിലും ഭൂമിയിലും രാജകീയ പദവിയുള്ള ഒരേ ഒരുവൻ മാത്രം, യേശു മാത്രം. സ്വതന്ത്രം. അതുകൊണ്ട് നീ ഭൂമിയിലെ രാജകന്മാരുടെ പിന്നാലെ നടന്നി പരാജയപ്പെട്ടു പോകരുത് കേട്ടോ. ഭൂമിയിലെ രാജാക്കന്മാരുടെ പിന്നാലെ നടന്ന് അവസാനം നീ പരാജയപ്പെട്ടു പോകും. അവസാനം നീ കണ്ണതിന്റെ തലയിലേക്ക് കടന്നു പോകും. എന്നാൽ സ്വർഗത്തിലുള്ള രാജാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നീ അനുഗമിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം നിത്യതയും ദൈവരാജ്യത്തിൽ നീ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരം മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്നത് യേശു നമ്മുടെ സൃഷ്ടാവാണ്. യേശു നമ്മുടെ സൃഷ്ടാവാണ്. അവനാണ് നമ്മെ ഉരുവാക്കിയത്. അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജനിപ്പാൻ, അമ്മയുടെ ഉദരത്തിൽ നമ്മളെ സൃഷ്ടിച്ചത് യേശു കർത്താവാണ്. ഹല്ലേലൂയ. രാജാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവ് ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്കൊരു നല്ല ജീവിതം തരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് നല്ലൊരു ജീവിതം തരുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശുശ്രൂഷയുടെ പര്യവസാന വേളകളിൽ താൻ യെരൂശലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന്
കെട്ടപ്പെട്ട് കിടന്ന കഴുതയെ അഴിച്ചുകൊണ്ടുവന്ന ആ കഴുതയ്ക്ക് ഒരു പദവി സ്ഥാനവും കൊടുത്തതുപോലെ എന്നെ കേൾക്കുന്ന മാതാവ്, നീ ഈ ഭൂമി ജീവിക്കുമ്പോൾ പാപത്തിൽ ശാപത്തിൽ സാത്താൻ നീ കെട്ടപ്പെട്ട് കിടക്കുന്ന നിന്നെ അതിൽ നിന്ന് വിടിവിച്ച് നിനക്ക് നല്ല പദവി സ്ഥാനവും തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശു ഭൂമിയിലായിരുന്നപ്പോൾ ആമൻ കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യവർഗത്തെ വിടിവിച്ചെടുത്തതുപോലെ ഇന്നും സുവിശേഷം നിന്നെ ആ പാപത്തിൽ നിന്ന് വിടിവിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വചനം വായിക്കുന്നത്, യെരൂശലേം നഗരത്തിലുള്ളവർ യേശുവിനെ ഇവൻ ആരെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസറേത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പറഞ്ഞു. അപ്പം യേശു യെരൂശലേമിലേക്ക് രാജകീയ പ്രവേശനത്തോടെ കൂടി കടന്നു വരുമ്പോൾ ജനമെല്ലാം ചോദിക്കുക, ഇവൻ ആരാന്ന്. അതാണ് സ്വതം മത്തായി 21-11 വാക്യം പറയുന്നു, ഇവൻ ഗലീലയിലെ നസറേത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. അതെ, സ്തോത്രം. യേശു ക്രിസ്തു മാത്രം രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അല്ലെങ്കിൽ താൻ മാത്രം ആവർത്തിയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരെയും കാണാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവൻ, ഈ കാണുന്ന സകലത്തെയും നിർമ്മിച്ചവൻ, ഉടയവൻ, ഈ അണ്ടകണാകത്തെ അങ്കട്ടക്കി ഭരിക്കുന്നവൻ, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗമകൾ വിടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് സകല മനുഷ്യനെ പാപത്തിൽ പിടിച്ച് കെട്ടപ്പെട്ട് കിടക്കുന്ന സാത്താനെ കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ അതിൽ വിടുവിച്ച് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ ഹല്ലേലൂയ മനുഷ്യൻ ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന് അവകാശിയാക്കി എടുത്തത് യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഭൂമിയിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഭൂമിയിൽ ഒരു മതനേതാവിനും ഒരു രാഷ്ട്രീയനേതാവിനും ഒരു രാജാക്കന്മാർക്കും മനുഷ്യനെ പാപത്തിൽ നയിച്ചുകൊണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന് യേശുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അന്നും ഇന്നും യേശുവിന് മാത്രമേ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന മാതാവിന്, നിന്റെ കുടുംബം ശാപത്തിൽ കിടക്കുകയില്ലേ? നിന്റെ മക്കൾ ശാപത്തിൽ കിടക്കുകയില്ലേ? നിന്റെ മക്കൾക്ക് ബോധോപദ്രവം ബാധിച്ച് കിടക്കുകയില്ലേ? നിന്റെ മക്കൾ വിവിധമായ മാരകമായി വ്യാധിയാൽ അകപ്പെട്ട് കിടക്കുകയല്ലേ? അല്ലേ, സുബോധമില്ലാതെ എത്ര എണ്ണമാണ് കുടുംബങ്ങൾക്കകത്ത് കണ്ണുനീരോടുകൂടി കടന്നു പോകുന്നത്. പാവത്താൽ എത്ര എണ്ണം കെട്ടപ്പെട്ട് കിടക്കുന്നത്, എത്രയോ പേരെയാണ് അവിടെ ഇവിടെയായി മാനസിക രോഗ ആശുപത്രിയിൽ മെന്റൽ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അടച്ചു പൂട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. എത്രയോ ആളുകളെയാണ് കാലിമേൽ അല്ലെങ്കിൽ കൈകാലിമേൽ അല്ലെങ്കിൽ ചങ്ങലയിട്ട് പൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ വിടിവിച്ചെടുക്കുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ നാളിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ എൻ്റെ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവൻ പിശാചിനാൽ കെട്ടപ്പെട്ട് കിടക്കുക, സാത്താനെ കെട്ടപ്പെട്ട് കിടക്കുക. അവൻ കൂട്ടുകാരുടെ കയ്യിൽ അകപ്പെട്ടു പോയി. അവൻ കൂട്ടുകാരാൽ അവൻ അകപ്പെട്ട് വീട്ടിലേക്ക് വരുന്നില്ല, എന്നെ അനുസരിക്കത്തില്ല, അവൻ്റെ മാതാവിനെ അനുസരിക്കത്തില്ല, സഹോദരങ്ങളെ അനുസരിക്കത്തില്ല. അവൻ സാത്താനിശത്തിൽ കെട്ടപ്പെട്ടു പോയി. അതുകൊണ്ട് പാസ്റ്ററിന്റെ മോന് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ കാരണം അങ്ങനെയൊക്കെയാണല്ലോ കർത്താവൊക്കെ എന്നെ വിടുവിച്ചാണല്ലോ. പാപത്തിൽ കെട്ടപ്പെട്ടിരുന്ന പിശാചിൽ കെട്ടപ്പെട്ട് കിടന്ന എന്നെയൊക്കെ വിടുവിച്ച് കൊണ്ടുവന്ന അനവധി ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞാൻ ആ സഹോദരങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഞാൻ വളരെ കണ്ണുതിലൂടെ വളരെ വേദനയോടെ ആത്മഭാരത്തോടെ പ്രിയ സഹോദരൻ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മകനിപ്പം പ്രാർത്ഥനയ്ക്കൊക്കെ വരാൻ തുടങ്ങി, പ്രാർത്ഥനയിലേക്ക് ഇരിക്കാൻ തുടങ്ങി, വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് സന്തോഷം. കാരണം അനവധി പാപത്തിന്റെ കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോയിരുന്നു. ഹല്ലേലൂയ. മാതാപിതാക്കളെ അനുസരിക്കാത്ത അനുഭവങ്ങൾ, ദേശത്തെ അധികാരികളെ അനുസരിക്കാത്ത അനുഭവങ്ങൾ, അത്രമാത്രം കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോയി കിടക്കുന്ന എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് കണ്ണുനീരിലൂടെ കടന്നു പോകുന്നത്. ഇന്നുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആദ്യം നീ പിശാചിന്റെ കയ്യിൽ വിടുവിക്കപ്പെടണം. അനവധി മാതാപിതാക്കളും ഞങ്ങളുടെ മക്കൾ മദ്യപാനത്തിനും മയക്കും ലഹരിക്കും അടിമപ്പെട്ടു പോയി, ഞങ്ങളുടെ മക്കൾ MDMAക്കും അതുപോലെയുള്ള എല്ലാ ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ പറയുന്നില്ല. ആദ്യം നിന്റെ കുടുംബത്തിനകത്ത് നീ മാനസാന്തരപ്പെടണം. നിന്റെ മദ്യപാനം, പുകയില ഉൽപ്പന്നങ്ങളും പുകവലികളും അതുപോലെ ലഹരി പദാർത്ഥങ്ങളും നീ നിന്റെ കുടുംബത്തിനകത്ത് അതിനെ നീക്കിക്കളയണം. നിന്റെ ജീവിതത്തിൽ നിന്ന് കുടുംബം നീക്കിക്കളഞ്ഞു കഴിയുമ്പോൾ നിന്റെ മക്കൾ മാത്രമേയുള്ള ജീവിതം നയിക്കും. ഹല്ലേലൂയ. പാപത്തിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ മക്കളെ അയക്കരുത്. പാപത്തിലേക്ക് നിങ്ങളുടെ മക്കളെ തന്നെ പറഞ്ഞു വിടരുത്. നിന്റെ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ അരാജകത്വം നിറയരുത്. കുടുംബ ജീവിതത്തിനകത്ത് പാതിവ്യക്തി സംശയം, കുടുംബത്തിനകത്ത് ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, കുടുംബമായിട്ട് ജീവിക്കും ഒരു കുടുംബത്തിനകത്ത് ബഹുഭാര്യത്വം. അങ്ങനെ പിശാചിനെ കെട്ടപ്പെട്ട് കിടക്കുന്ന അനവധി കുടുംബങ്ങൾ കേരളത്തിനകത്ത്, ഭാരതത്തിനകത്ത്, ലോകരാജ്യങ്ങളിൽ നിറയപ്പെട്ട് കിടക്കുന്ന ആ കുടുംബത്തിനകത്തൊക്കെ കണ്ണുനീരാണ്, ശാപം കയറി കിടക്കുകയാണ്. അല്ലെങ്കിൽ പാപത്തിന് ജീവിതം മരിച്ചു കിടക്കുകയാണ്. പാപികൾ ഒരിക്കലും രക്ഷ പ്രാപിക്കത്തില്ല. അങ്ങനെ അവിഹിതമായ ജീവിതം കൊണ്ടും അവിഹിതമായ ബന്ധങ്ങൾ കൊണ്ടും കുടുംബങ്ങൾ തകർന്ന് പിശാചിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന്. അപ്പൊ യേശുക്രിസ്തുവിന്റെ രാജകീയ യെരൂശലേമിലേക്കുള്ള പ്രവേശനം കെട്ടപ്പെട്ട് കിടന്ന കഴുതകളെ അഴിച്ചുകൊണ്ട് വന്നതുപോലെ
ഹല്ലേലൂയ, സ്തോത്രം. ആ കഴുതകളെ തന്റെ വാഹനമൃഗമാക്കി മാറ്റിയെങ്കിൽ യേശു ഭൂമിയിലായിരുന്നപ്പോൾ കോടാനുകോടി ജനത്തിന് ആത്മരക്ഷ പകർന്നു. ഹല്ലേലൂയ എന്ന് നമ്മൾ ചിന്തിക്കാൻ കഴിയണം. കാരണം യേശുവിന്റെ ഓരോ യാത്രയിലും വലിയ പുരുഷാരമായിരുന്നു. വലിയ പുരുഷാരം, എണ്ണിയാൽ തീരാത്ത പോലെ പുരുഷാരം. അപ്പൊ എത്രായിരക്കണക്കിന് ജനങ്ങൾ അന്ന് പാപത്തിൽ നിന്ന് കെട്ടഴിഞ്ഞു വന്നെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നെ കേൾക്കുന്ന മാതാവ്, നീ പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുക. ഹല്ലേലൂയ. ചില അമ്മച്ചിമാരുടെ കയ്യിൽ കാണത്തില്ലേ ഒരു പൊതി, കാരണം വെറ്റയും പാക്കും അല്ലെങ്കിൽ പുകയിലും ചുണ്ണാവും ഒക്കെ അടങ്ങിയ ചിലരുടെ കൈ കാണത്തില്ല തുളസി പാക്ക്, ചിലരുടെ കാണത്തില്ല കഞ്ചാവൊക്കെ. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞിടങ്ങളിൽ ഓരോ സഹോദരിമാരെയൊക്കെ കഞ്ചാവോടുകൂടി പിടിച്ചു കഴിയുമ്പോൾ കണ്ണുനീരോടെ ഓരോരോ കണ്ണീരൊഴുകി വരുന്ന കാണുന്നില്ലേ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു സഹോദരന്റെ വീട്ടിൽ നിന്ന് 10 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു കഴിഞ്ഞ് സഹോദരൻ ഓടി രക്ഷപ്പെട്ട് സഹോദരിയെ പിടിച്ചുകൊണ്ടുള്ള സഹോദരി ആരെയൊക്കെ കാണിക്കാൻ വേണ്ടി പൂങ്കണ്ണീരൊഴുക്കുന്നത്. വീട്ടിനകത്ത് 10 കിലോ കഞ്ചാവ് കൊണ്ടുവച്ച് ആ കഞ്ചാവ് വിറ്റ് മറ്റടിയകരെ പാപത്തിനടിമയാക്കി ജീവിച്ചപ്പോൾ അവർ മനസ്സിലായത് എന്തെങ്കിലും പിടിക്കപ്പെടുമെന്ന് ചിന്തിച്ചില്ല. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജനത്തിന്റെ കൺമുമ്പിൽ വെള്ളം പൂശാൻ വേണ്ടിയിട്ട് ഓരോ കണ്ണീരൊഴുക്കുക. അത് നിയമം അനുസരിച്ച് തരത്തില്ല. നിയമത്തിന് മീതി കുറ്റവാളിയാ. ആയിരങ്ങളെ 10,000ങ്ങളെ പാപത്തിലേക്ക് കെട്ടിവിട്ടവളാ. പാപത്തിലേക്ക് തള്ളിവിട്ടവനാണ്. അതുകൊണ്ട് നിന്റെ കുടുംബം വലിയ പാപത്തിന് ശാപത്തിന് കീഴിലാണ്. നീ എത്രയോ പേരെ പാപത്തിലേക്ക് തള്ളിവിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന് മാനസാന്തരം മടങ്ങി വാ. യേശുവിന്റെ പാപത്തിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ യേശു ഈ ലോകത്തിൽ ഒരു സുവിശേഷകനെ പോലെയും ഒരു പ്രവാചകനെ പോലെയും ആയിരുന്നു. യേശുക്രിസ്തു ലോകത്തില് ഒരു സുവിശേഷകനെ പോലെയായിരുന്നു, ഒരു പ്രവാചകനെ പോലെയായിരുന്നു. യേശു ഭൂമിയിലായിരിക്കും ഞാൻ ദൈവമാണ്, ഞാൻ രാജാവാണ്, ഞാൻ എല്ലാത്തിനും ഉന്നതനാണെന്നും പറഞ്ഞല്ല. തന്റെ അധികാര പൗരന്റെ അധികാരമൊന്നും കാണിച്ച് നെകളിച്ച് വെല്ലുവിളിച്ച് നടക്കുകയല്ല യേശു ചെയ്തത്. യേശു ഒരു സുവിശേഷകനെ പോലെ, ഒരു പ്രവാചകനെ പോലെ യേശു തന്റെ ശുശ്രൂഷ ചെയ്തു. എന്നാൽ ഇന്നത്തെ രാജാക്കന്മാരെ, ഇന്നത്തെ അധികാരികളെ കണ്ടിൽ ഇച്ചിരി സ്ഥാനമാനങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ മതി, എന്തെല്ലാം പുകഴ്ചകളും എന്തെല്ലാമാണ് പറയുന്നത്. അവർക്ക് വേണ്ടി അവരെ ഉയർത്തി പറഞ്ഞില്ലെങ്കിൽ, അവരെ ഉയർത്തി ഉയർത്തി കാണിച്ചില്ലെങ്കിൽ എന്തെല്ലാം കോലാഹലമാണ്. നോർത്തുവയ്ക്ക് യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സുവിശേഷകനെ പോലെ, ഒരു പ്രവാചകനെ പോലെ പാപികളുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നു. പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തെ അവന്റെ പാപത്തിൽ വിടുവിച്ചവന് സ്വർഗരാജ്യത്തിൽ അവകാശം കൊടുത്തു. അല്ലെങ്കിൽ അവനെ സ്വാതന്ത്ര്യത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ താഴ്മ കാണണം. അവൻ രാജാവായിരുന്നിട്ടും, യേശു രാജാവായിരുന്നിട്ടും, രാജാവായിരുന്നിട്ടും, ഹല്ലേലൂയ, സ്വാമി സ്വർഗമാഹിക്കുമകളെ മുഴുവൻ വെടിഞ്ഞി ഭൂമിയിലേക്ക് വന്നിട്ടും അവൻ പാപികളോട് ഒത്ത് നടന്നിട്ടുണ്ടെങ്കിൽ പാപികളുടെ രക്ഷകനായി മാറിയവൻ, അല്ലെങ്കിൽ സുവിശേഷകനെ പ്രവാചകനായി അവിടെ പാപത്തെ കുറിച്ച് ഉണർത്തിച്ചു കൊടുത്തു, ബോധ്യപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. അതൊക്കെ തന്നെയാണ് ഞങ്ങളും ഇന്ന് പറയുന്നത് കേട്ടോ. യേശുക്രിസ്തു ഭൂമിയിൽ സുവിശേഷകനായി പ്രവാചകനെ പോലെ പാപികളുടെ ഇടയിൽ തന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തി പാപത്തിൽ കെട്ടപ്പെട്ട് കിടന്ന ജനത്തെ വിടുവിച്ചിട്ടുണ്ട് കൊന്നതുപോലെ കർത്താവ് ഞങ്ങളെയൊക്കെ തെരഞ്ഞെടുത്ത് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കും. ഞങ്ങൾ ഒരു സുവിശേഷകന്റെ പദവിയിൽ നിന്നുകൊണ്ട് ഒരു പ്രവാചകന്റെ പദവിയിൽ നിന്നുകൊണ്ട് കെട്ടപ്പെട്ട് കിടക്കുന്ന ജനത്തിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിന്റെ കുടുംബം പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്നു. നിന്റെ ജീവിതം പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്നു. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നിന്റെ പാപത്തിന് അഴിച്ചുവിടുക, നിന്റെ പാപത്തെ സ്വതന്ത്രമാക്കിയെടുക്കുവാൻ ഈ ലോക രക്ഷിതമായിരിക്കുന്ന യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രാജാവിന് യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഉലകത്തിലുള്ള ഒരു രാജാക്കന്മാർക്കും നിന്നെ പാപത്തിൽ അഴിച്ചുവിടാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ അവരെല്ലാം ഭൂമിയിലെ സ്ഥാനമാനങ്ങളും ബഹുമതികളും ഒക്കെ ആഗ്രഹിക്കുന്നവരാ. ഭൂമിയിലെ കിരീടങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവരാ. ആത്മഭാരമുണ്ടായിരുന്ന ഒരുവൻ രാജാവായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവന്റെ പ്രജകൾ, യേശുവിന്റെ പ്രജകൾ, ഇന്നലെ യേശുവിന്റെ ശിഷ്യന്മാർ കേട്ടോ, ഹല്ലേലൂയ, ആത്മഭാരത്തോടെ കെട്ടപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സുവിശേഷകരെ പോലെയും ഒരു പ്രവാചകരെ പോലെയുമായിരുന്നു. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പം കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവിന്റെ പേരിൽ ഉണ്ടെന്നാണ് ലൂക്കോസ് സുവിശേഷം 4:18 വാക്യം വായിക്കുന്നത്. ഹല്ലേലൂയ. അതേ സമയത്ത് തന്നെ അവൻ വലിയ പ്രവാചകനായി വരുവാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ജനങ്ങളെ അറിയിച്ചു തന്നു.
അപ്പം ഈ ഭൂമിയിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് എല്ലാവരിക ആമി സ്തോത്രം അല്ലെങ്കിൽ ദൈവന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ എല്ലാവരിക എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആമി ദൈവന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവിന്റെ പേരിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാപ്രവാചകനെ വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനത്തെ ഉണർത്തിച്ചു കൊടുത്തു. അല്ലേ, മനുഷ്യന്റെ പാപനത്തെ കുറിച്ച് ഉണർത്തിച്ചു കൊടുത്തു, നരകത്തെക്കുറിച്ച് നിത്യജീവനെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. അല്ലേ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബിസിലിയത്ത അവന്റെ ജീവിതം മുഴുവനും അതിലെ ആദ്യമേ പ്രവചനങ്ങൾ പ്രവചിച്ചിരുന്നത് പോലെ തന്നെ സംഭവിച്ചു. യേശുവിന്റെ ജീവിതം മുഴുവൻ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നത് പോലെ തന്നെ യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞിരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിറവേറിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ, യിരെമ്യാ പ്രവാചകൻ തുടങ്ങിയ എല്ലാവരും പുതിയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് ധാരാളം പ്രവചനങ്ങൾ നടത്തിയിരുന്നു. യെശയ്യാ പ്രവാചകൻ, യിരെമ്യാ പ്രവാചകനും ഒക്കെ അവർ നടത്തിയ അനുഭൂതി പ്രവചനങ്ങൾ യേശുവിനെ കുറിച്ച് അതെല്ലാം പുതിയ നിയമത്തിൽ വെളിപ്പെടാൻ കഴിഞ്ഞു, പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി തന്നു. അല്ലേ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാധവ ഒറ്റ രാജാവേ ഉള്ളൂ ഈ ലോകത്തിൽ സ്വർഗത്തിൽ ഒറ്റ രാജാവ്, അവൻ യേശു മാത്രം. അല്ലേ, ഭൂമിയിലെ രാജാക്കന്മാരെ നീ ചുമന്നുകൊണ്ട് നടക്കരുത്, ഭൂമിയിലെ രാജാക്കന്മാർക്ക് നീ വലിയ ഓശാനപ്പാടി നടക്കരുത്. അത് നിന്റെ പര്യവസാനമായിരിക്കും, അത് നിന്റെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഉയർത്തുവാൻ കഴിയുന്ന അഭിമാനത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരേ ഒരു രാജാവ് യേശുക്രിസ്തു മാത്രം. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടെ വിളിച്ചു പറയുന്നത് യേശുക്രിസ്തുവിനെ രാജാവ് വിളിച്ചു പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം എന്നറിയോ, ഞങ്ങളെ പിശാചി കെട്ടിയ സ്ഥാനത്ത് അഴിച്ചു വിട്ടത് ഞങ്ങളുടെ കർത്താവാണ്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്ന യേശുവാണ്. അല്ലേരിയ എന്നെ കേൾക്കുന്ന ശമരിയാശ്രീ യേശുവിനോട് യജമാനന് നീ ഒരു പ്രവാചകരെന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ആമേ സ്തോത്രം. അല്ലെങ്കിൽ ഈ യോഹന്നാന്റെ വിഷയം 4-19 വാക്യം വായിക്കുന്നുണ്ട്. ശമരിയാശ്രീ പറയാ, യജമാനൻ നീ ഒരു പ്രവാചകൻ ഞാൻ കാണുന്നു. കാരണം അവളുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ രഹസ്യങ്ങളും നോട്ടി നേരത്തിനുള്ളിൽ വെളിപ്പെടുത്തി കൊടുത്ത ഒരേ ഒരു പ്രവാചകൻ, ഒരേ ഒരു രാജാവ്. അതുകൊണ്ടാണ് ശമരിയാശ്രീ യജമാനനെ നീ ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞത്. അതെ, അന്ന് ശമരിയാസ്ത്രീയുടെ കാലഘട്ടത്തിൽ അനവധി ആളുകൾ, അനവധി ഉന്നതന്മാർ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ടും ശമരിയാസ്ത്രീയുടെ ജീവിതത്തിലെ പാപത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ അന്നുണ്ടായിരുന്ന ഒരു മഹാന്മാർക്കും കഴിഞ്ഞില്ല. പക്ഷേ യേശുവിന്റെ അരികിൽ വന്നു കഴിഞ്ഞപ്പോൾ നോട്ടി നേരത്തിനുള്ള അവരുടെ ജീവിതത്തിലെ സകല പാപ സ്വഭാവങ്ങളും വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, യജമാനനെ നീ ഒരു പ്രവാചകൻ, അല്ലേരിയ നീ ഒരു പ്രവാചകനാ എന്ന് ഞാൻ കാണുന്നു. അല്ലേരിയ എന്നെ കേൾക്കുന്ന യേശു അതുപോലെ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി 5000 പേർക്ക് കൊടുത്തപ്പോൾ ജനം പറഞ്ഞു, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 6:14 വായിച്ചാൽ കാണാൻ കഴിയും. 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി 5000 പുരുഷന്മാർക്കൂടെ സ്ത്രീകളും കുട്ടികളും കഴിച്ചെന്നുണ്ടല്ലോ. ശേഷിച്ച ഭക്ഷണം 12 കൊട്ട നിറച്ചെടുത്തെങ്കിൽ അപ്പം തിന്നവർ പറഞ്ഞു, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ മാത്രമാണ്, ലോകത്തിലേക്ക് വരുവാനുള്ള മശിക ഇവൻ മാത്രം, ലോകത്തിലേക്ക് വരുവെന്ന രാജാവ് ഇവൻ മാത്രം. അതേ സ്നേഹിത, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യന്റെ വിശപ്പടക്കി, മനുഷ്യന്റെ ബന്ധനമഴിച്ചു, ബന്ധനെ ലോകത്തിന് വിടിവിച്ച്, അങ്ങനെ എല്ലാ നിലയിലും യേശു തന്റെ ശുശ്രൂഷ നിർവഹിച്ചു. അതെ, നിന്റെ ജീവിതത്തെ കഷ്ടത്തിന് വിടിവിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ സകല പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും ദൈവം നിന്നെ വിടിവിപ്പാൻ ആഗ്രഹിക്കുക. ഒരു പ്രാവശ്യം ശിഷ്യന്മാർ തനിച്ച് വന്ന് നിന്റെ വരവിൻ ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്താണ്, ഞങ്ങൾക്ക് അറിയിച്ചു തരണമേ എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പ്രവചനമായി തന്റെ വരവിനെ കുറിച്ച് സംസാരിച്ചു. അന്തിക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച്, അന്തിക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ചും സംസാരിച്ചു. 1000 വർഷത്തെ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചും യേശു പറഞ്ഞു. ശിഷ്യന്മാരെ യേശു നിന്റെ വരവിൻ ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? തന്റെ വരവിനെ കുറിച്ച് സംസാരിച്ചു, അന്തിക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ച് സംസാരിച്ചു, 1000 ആണ്ട് സഹസ്രവാഴ്ചയെക്കുറിച്ച് പ്രവചിച്ചു. അല്ലേലൂയ. അത് മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലും, മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായത്തിലും, ലൂക്കോസ് സുവിശേഷം 21 അധ്യായത്തിലും വായിച്ചാൽ കാണാൻ കഴിയും. യേശു ഭൂമിയിലായ സകലവും നമുക്ക് വെളിപ്പെടുത്തി തന്നു. അവൻ രാജാതി രാജാവായി
അത് എന്നെ കേൾക്കുന്ന മാതാവ് രാജാതിരാജാവ് കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. യേശുക്രിസ്തു വലിയ പ്രവാചകൻ, ദീർഘദർശിയായിരുന്നവൻ. അവരോട് ചോദിക്കുവാൻ, നിങ്ങളുടെ മക്കളെ, എന്റെ ഭാവിയെ കുറിച്ച് നിങ്ങൾ രാജാതിരാജ കർത്താവിനോട് ചോദിക്കണം. നിന്നെക്കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ചുള്ള ഭാവിയെ കുറിച്ച് നീ കർത്താവിനോട് ചോദിക്കണം. വലിയ അങ്ങനെ ദൈവത്തോട് ചോദിക്കും. അവൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴിയിൽ നിന്നെ നടത്തും. അല്ലെങ്കിൽ ഞാൻ നിന്റെ ദൃഷ്ടി വെച്ച് നിന്റെ കാലുകൂത്തിനെ പറഞ്ഞു തരുമെന്ന് സംഗീതത്തിന് 32:8 വായിക്കുന്നുണ്ട്. അതെ, നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുക. അതെ, ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന സഹോദര സഹോദരി, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടക്കുന്ന, ഈ ലോകത്തിന്റെ വെറുപ്പൂത്ത് വ്യഭിചാരത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന, സാത്താൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, വിവിധ പാപ സ്വഭാവങ്ങൾ ലഹരിക്ക് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, നിന്നെ അഴിച്ചു വിടുക, നിന്നെ സ്വതന്ത്രമാക്കിയെടുക്കാൻ യേശു ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ നീ ഏത് മേഖലയിലാണ്, ഏത് സാഹചര്യം കെട്ടപ്പെട്ട് കിടക്കുന്നോ അതിനെക്കുറിച്ച് ബോധ്യപ്പെട്ട് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നെ യേശുവിന്റെ കരങ്ങളിലേക്ക് എഴുന്നേൽപ്പിച്ചു വിടുകയെങ്കിൽ ആമി കെട്ടപ്പെട്ട് കിടന്ന കഴുതയെ അഴിച്ച് യേശുവിന്റെ വാഹനം മാറ്റിയതുപോലെ, അതൊരു പദവി കൊടുത്തതുപോലെ, ഇന്ന് പകൽ നിന്റെ പാപത്തെ വിളിച്ച് നിനക്കൊരു പ്രത്യേക സ്ഥാനം, ഒരു പദവി തന്ന യേശുവിന്റെ ശിക്ഷയാക്കി മാറ്റി നിന്റെ രാജ്യത്തിന് അവകാശിയാക്കി മാറ്റുവാൻ യേശു ആഗ്രഹിക്കുക. എന്റെ കുടുംബത്തിന്റെ സമാധാനം, സന്തോഷം നിറയ്ക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഇന്ന് പകൽ പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, എന്നെ പാപത്തിൽ നിന്ന്, സാത്താന്റെ കയ്യിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് ആമി വിടിപ്പിക്കണമേ. ലഹരിയിൽ നിന്ന് വിടിപ്പിക്കണം, മോചനം നൽകണം. അങ്ങയുടെ മകളാക്കി എന്നെ സ്വീകരിക്കും, എന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറ്റണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത കർത്താവേ, യേശുക്രിസ്തുവിന്റെ യെരൂശലേമിലെ രാജ്യത്തെ പ്രവേശനത്തിന് വേണ്ടി കെട്ടപ്പെട്ട് കിടന്ന 2 കഴുതിയെ എന്റെ കുഞ്ഞിനെയും അഴിച്ചുകൊണ്ട് വന്നതുപോലെ മനുഷ്യവർഗം മുഴുവൻ സാത്താനെ കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ ആ മനുഷ്യനെ കർത്താവ് അഴിച്ചുകൊണ്ട് യേശു ഭൂമിയിലേക്ക് വന്ന് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ 1000-10,000 വലിയ പുരുഷാരം പാപത്തിനും ശാപത്തിനും പിശാചിനെയും കെട്ടപ്പെട്ട് കിടന്ന് വിടിവിച്ചതുപോലെ ഇതുപോലെ നിങ്ങളുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ 800 കോടി ജനത്തിന് കർത്താവ് അവർ പാപജീവിതത്തിൽ, ശാപത്തിൽ, പാരമ്പര്യത്തിൽ, ഇവിടുത്തെ ജനികമായ ജീവിതത്തിൽ കെട്ടപ്പെട്ട് കിടക്കും, ലഹരിക്ക് വടിമകൾക്ക് എല്ലാം കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ ഇവർക്കാണ് ജനം പിടിപ്പിക്കപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കും, രാജ്യങ്ങൾ, പ്രധാനമന്ത്രി, ഗവർണർ, പട്ടണ മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി, ട്രൈബൽ മേഖല ജനത്തിനായി, അധികാരികൾക്കായി കർത്താവിന്റെ വില്ലേജ് കർത്താവ് സൗകര്യം, കരസേന, വ്യോമസേന, നാവികസേന അതിർത്തികൾക്കാക്കുന്ന സൈന്യത്തിനായി, BSFിനായി, കർത്താവിന്റെ ഏകദേശ വിഭാഗങ്ങൾക്കായി കർത്താവ് ക്രമസമാധാന ബാലികരെ കർത്താവ് സൗകര്യം, കർത്താവിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കായി, അവരുടെ വിവിധ സെക്ഷനുകൾക്കായി, അതുപോലെ നിങ്ങളുടെ കർത്താവ് ജുഡീഷ്യൽ വിവിധ സെക്ഷനുകൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കും. സകല മേഖല, പൊതുവാരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും, കർത്താവ് എല്ലാ ബാങ്ക് മേഖലയിലായിരിക്കുന്ന എല്ലാ ഭരണാധികാരികളെ, ഫയർഫോഴ്സ് അടക്കമുള്ള എക്സൈസ് ഫോഴ്സ് വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയിലും ജനത്തിന് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർഷകനും മെക്കാനിക്, ഓട്ടോറിയും, യൂണിയൻ രംഗത്ത് പണിയെടുക്കുന്ന എല്ലാ ടാക്സ് ഡ്രൈവേഴ്സിനെയും, കടലോര വാസികളെ, സമുദ്രത്തിൽ മത്സ്യത്തെ കടന്നുപോയിരിക്കുന്നവർ, അല്ലെങ്കിൽ കർത്താവി ക്ഷീരവേലും കർഷകനും ജോലി ചെയ്യുന്നവർ, കർത്താവി ചെറുതുമരുന്നുമായിട്ട് വ്യാപാരി, വ്യവസായി, വഴിയോടെ കച്ചവടക്കാരെ, കരികളും കമ്പ്യൂട്ടർ ഫാക്ടറി ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കർത്താവി പാടത്തും പറമ്പിലും കൂടിയിലും കല്ലോട് മണ്ണോട് തടിയോട് മണ്ണടിക്കുന്ന അനവധി ആളുകൾ, മദ്യത്തിന്റെ ലഹരി അടിമപ്പെട്ട് പാപസ്വഭാവം അടിമപ്പെട്ട് ജനികമായ അശുദ്ധി വീട്ടിൽ കിടക്കുന്നവർ, മാനസികമായി തകർക്കിടക്കും, മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, കർത്താവർക്ക് മനസ്സാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥികൾ. എല്ലാ പാപസ്വഭാവങ്ങളിലോട്ട് മടങ്ങി വരുവാൻ കരയിലും കടലിലും ആകാശമാർക്കും വാഹനം ഓടിക്കുന്ന സകല സെയിൽസ് ചെയ്യുന്നവരെ എല്ലാം നിങ്ങൾ ദൈവങ്ങളിൽ ശൈശുദ്ധരും ഭാര്യ കൗമാരിക്കും ഓരോരുത്തരും വൃത്തരും അശമ യാചകർ ഓർഫനേജ് ഇവർ തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും കർത്താവ് പാപത്തിൽ വിടിവിക്കുവാൻ കർത്താവിന്റെ കരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലേലൂയ. വിവാഹബന്ധം ജീവൻ തകർന്ന്, വിവാഹത്തെ കൂടെ കുടുംബജീവൻ തകർന്ന് അവൻ കുടുംബക്കോടതിയിൽ 1000 ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കിടുമ്പോൾ അവൻ ദൈവം ജോലിയും ദക്ഷം വേർതിരിക്കട്ടെ ആതെ അവരെ പാപത്തിൽ കെട്ടി നഴിച്ച് സ്വതന്ത്രമായി വരുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന തലമുറയിലാവാതെ ഭാരപ്പെടും പിശാചിനെ കെട്ടപ്പെട്ട് കിടക്കുന്നവർ, അമിപ്പത്തോടൊപ്പം തടസ്സമായി കിടക്കുന്നവർ, അല്ലെങ്കിൽ വിവാഹ ജീവിതം നടക്കാതെ ഭാരപ്പെടും, വിവാഹ ജീവിതത്തിൽ ചിഹ്നവിഹീനമായി കിടക്കുന്ന കുടുംബങ്ങൾ, തലമുറകൾ കർത്താവ് പാപത്തിലേക്ക് വീടുകൊണ്ട് ലഹരിയിൽ വീടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകലിൽ വിടുതൽ കൊടുക്കുന്നതായി പ്രാർത്ഥിക്കും. സകല ജനങ്ങളും മാനസാന്തരം മടങ്ങി വരട്ടെ. ദേശം അധികാരികൾ, ഭരണാധികാരിമാർ, മാനസമാത്ര, സാമൂഹ്യ സംസ്കാര, മാധ്യമ, മീഡിയ എല്ലാ ഭരണവിദേശ പാർട്ടികളെയും അവരെ പാപത്തിന് കെട്ടി വിടിവിക്കപ്പെടുന്ന പ്രാർത്ഥന. ദിവ്യാഗ്രഹം, അത്യാഗ്രഹം, അഴിമതി, കരിചന്തി, പൂർത്തിവെപ്പും പിടിച്ചുവരെ ഓട്ടം മുതലായ സകല പാപസഞ്ചനം വിടിവിക്കപ്പെടുവാൻ പ്രാർത്ഥി. തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗവാദികൾ മാനസാന്തരപ്പെട്ട കർത്താവ് ദേശത്തും വിദേശത്തുമായി ജനത്തെ വിവിധ രാജ്യങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന, പാപത്തിൽ കിടക്കുന്ന, മദ്യത്തിൽ ലഹരി അടിമപ്പെട്ട് കിടക്കുന്ന, ചേരിക്കിടക്കുന്ന, മരുഭൂമിയിൽ കഷ്ടം സഹിക്കുന്ന, വിദേശ പീഡ അനുഭവിക്കുന്ന, സാറിന് കിട്ടാതെ ഭാരപ്പെടുന്ന വിവിധ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാം മടങ്ങി കൊടുക്കണമേ, മാനസാന്തരം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. അല്ലേലൂയ. സകല ജനങ്ങൾ സകല അശുദ്ധിയും വിടിവിക്കപ്പെടട്ടെ.
വരട്ടെ. എല്ലാ കുടുംബങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ. എല്ലാ കുടുംബങ്ങൾക്കും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. കർത്താവ് ഈ ലോകമനുഷ്യനെ രാജാവ് സ്വീകരിച്ചു ലോകമനുഷ്യൻ രാജാവെന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ നടന്ന് പിന്നത്തെ നരകത്തിലേക്ക് പോകാതെ ഒരേ ഒരു രാജാവ് യേശുക്രിസ്തു മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ആത്മീയങ്ങൾ തുറന്ന് ചില മടങ്ങിനായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കുടുംബത്തിനകത്ത് സമാധാനം വരുന്ന സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളിലൊക്കെ അവനെ തലമുറ നശിപ്പിക്കുക എല്ലാ മദ്യ രോഗികളെ, മയക്കുരോഗികളെ, എല്ലാ സമയം എല്ലാ അബ്കാരി കോൺട്രാക്ടർമാരെയും എല്ലാ മയക്കുമരുന്നിന്റെ വിൽപ്പനടങ്ങ് എല്ലാ വ്യക്തികൾ സന്ദർശിക്കുവാൻ എല്ലാ ദൈവത്തിന് വിവരനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ജനത്തെ സമൂഹങ്ങൾ സ്വസ്ഥത, കുടുംബങ്ങൾക്ക് സ്വസ്ഥത, കുടുംബത്തെ കെട്ടിയിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന സാത്താന്റെ ശക്തിയിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് കേരളത്തിൽ പരിദേശം കർത്താവ് പ്രവർത്തി എല്ലാ ദൈവങ്ങളെ ദാസന്മാരെ അവിടുത്തെ കരങ്ങളിൽ തലമുറയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷം സകല ലോകത്തും സകല വ്യക്തിയിലും വ്യാപകമായി സകല കുടുംബത്തെ വ്യാപകമായി പാപത്തെ കുടുംബം പുറത്തു വിടേണ്ടതായി പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.